നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സംസ്ഥാനത്ത് മതതീവ്രവാദ ശക്തികൾ അവരുടെ വിധ്വംസക പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സംസ്ഥാനത്തെ മതതീവ്രവാദ ശക്തികളുടെ വരുതിയിലാക്കാനുള്ള നീക്കത്തിന് ഇടതു വലതു മുന്നണികൾ പരസ്യമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുക. അപകടകരമായ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പാലക്കാട് നഗരത്തിൽ ഒരു മദ്രസ അധ്യാപിക തന്റെ 6 വയസ്സുള്ള കുഞ്ഞിന് ബലി കൊടുത്ത സംഭവം ഉണ്ടായി. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ഒരു സംഭവമാണ്. ആ സംഭവം നടന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ച് ഒരു പ്രതികരണം പോലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. സംഭവത്തിന് പിന്നിൽ മതഭീകരവാദ ശക്തികളാണെന്ന് പോലീസിന് കൃത്യമായി ബോധ്യമായിരിക്കുക. 6 വർഷം പോറ്റി വളർത്തിയ തന്റെ പിഞ്ചു കുഞ്ഞിനെ അള്ളാഹുവിന് വേണ്ടി ബലി കൊടുത്തു എന്നാണ് ആ മദ്രസ അധ്യാപകർ സമ്മതിക്കുന്നത്. അവരെ മാനസിക രോഗിയായി ചിത്രീകരിച്ച് പ്രശ്നത്തെ ലാഘവത്തോടെ കാണാനാണ് ഇവിടുത്തെ പോലീസും സർക്കാരും തയ്യാറായത്. മദ്രസ അധ്യാപക തന്റെ കുഞ്ഞിനെ ബലി കൊടുത്തത് ഭീകരവാദ ശക്തികളുടെ സ്വാധീനത്തിൽപ്പെട്ടാണ്. മതതീവ്രവാദ ശക്തികളാണ് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ. ലോകത്തെ നടുക്കിയ ഈ സംഭവം പാലക്കാട് നഗരത്തിൽ നടന്നിട്ട് നവോത്ഥാന നായകനായിട്ടുള്ള പിണറായി വിജയൻ ഒരു അക്ഷരം പോലും ഇതുവരെ സംസാരിച്ചു. രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന ചെറിയ സംഭവങ്ങൾ പോലും പെരുപ്പിച്ച് കാണിക്കുന്ന ഇടത് വലത് മുന്നണികൾ CPM-ഉം കോൺഗ്രസും പാലക്കാട് നഗരത്തിൽ ഒരു കൊച്ചുകുട്ടിയെ മതഭീകരവാദ സംഘടനകളുടെ സ്വാധീനത്തിന്റെ ഫലമായ ഒരു മദ്രസ അധ്യാപക കഴുത്തറുത്ത് കൊന്നിട്ടും അതിനെ അപലപിക്കാനോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ കണ്ടെത്താനോ സർക്കാർ തയ്യാറായി. തീവ്രവാദ ശക്തികളോട് മൃദു സമീപനമാണ് CPM-ഉം കോൺഗ്രസും സ്വീകരിക്കുന്നത്. മതഭീകരവാദികളുടെ അഴിഞ്ഞാട്ടത്തെ കയറൂരി വിടുകയാണ് സംസ്ഥാന ഗവൺമെന്റ്. കുറ്റകരമായിട്ടുള്ള മൗനമാണ് കോൺഗ്രസ് നേതൃത്വം അനുവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം മലബാർ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SKSSF-ന്റെ മുഖപത്രത്തിന്റെ മുഖ്യ പത്രാധിപർ മലബാർ സംസ്ഥാനം രൂപീകരിക്കണമെന്നുള്ള ആവശ്യം വീണ്ടും ഉന്നയിച്ചിരിക്കുക. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഉന്നയിച്ച ഈ ആവശ്യം മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംസ്ഥാന രൂപീകരണത്തിലേക്ക് പരസ്യാഹ്വാനം വന്നിരിക്കുക. മലബാർ സ്റ്റേറ്റ് വേണമെന്നുള്ള ആവശ്യം വർഗീയ ശക്തികളുടെ ആവശ്യമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കാനുള്ള നീക്കമാണ് മതമൗലികവാദ ശക്തികൾ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് കഴിഞ്ഞ ഒരു 10 വർഷമായി മലബാർ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുക. അതിനുവേണ്ടി അവർ വലിയ തോതിലുള്ള പ്രചാരണം നടത്തി. ആ പ്രചാരണം ഇന്ന് മുഖ്യധാര സംഘടനകൾ ഏറ്റെടുക്കുക. മുസ്ലിം ലീഗുമായിട്ട് അതുപോലെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഇടതുമുന്നണിയുമായിട്ടും ബന്ധം പുലർത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് മലബാർ സ്റ്റേറ്റ് വേണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. തീവ്രവാദ ശക്തികളുടെ ആവശ്യങ്ങൾക്ക് ഇരു മുന്നണികളും അടിയറവ് പറയുകയാണ്. UDF-ഉം LDF-ഉം ഇക്കാര്യത്തെ കുറിച്ച് ഒരു അക്ഷരമില്ലെന്ന്. സംസ്ഥാനത്ത് തീവ്രവാദ ശക്തികളുടെ കടന്നുകയറ്റം ശക്തമാകുമ്പോഴും
തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഈ രണ്ട് മുന്നണികളും മൗനം അവലംബിക്കുക. ഈ രണ്ട് മുന്നണികളും തീവ്രവാദികളെ സഹായിക്കുക. ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി UDF കൂട്ടുകൂട്ടുമ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായി LDF സഹകരിക്കുക. UDFന് ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമാണ്, LDFന് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് സഖ്യമാണ്. കേരളത്തെ കാശ്മീരാക്കി മാറ്റാൻ ശ്രമിക്കുന്ന മതഭീകരവാദ ശക്തികളുടെ കയ്യിലെ കളിപ്പാവയായിട്ട് രണ്ട് മുന്നണികൾ മാറിയിരിക്കുക. എന്നിട്ട് വിശ്വാസികളുടെ കാര്യം പറഞ്ഞ ആളുകളെ കണ്ണിൽ പൊടിയിടും. ഒരു വശത്ത് തീവ്രവാദികളെ ഒപ്പം നിർത്തിക്കൊണ്ടാണ് വിശ്വാസികളുടെ സംരക്ഷണത്തെ കുറിച്ച് അവർ പറയുന്നത്. ഏത് വിശ്വാസികളെ കുറിച്ചാണ് അവർ പറയുന്നത്? ദേവസ്വം ബോർഡിന്റെ കൊള്ളയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോ ഇവർ രണ്ടുപേരും ഒരക്ഷരം സംസാരിക്കുന്നു. ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം എന്നുള്ള ഭൂരിപക്ഷ സമുദായത്തിന്റെ ആവശ്യത്തെ കുറിച്ച് ഇവർക്ക് യാതൊരു ഒരു മിണ്ടാട്ടവുമില്ല. ലവ് ജിഹാദിനെതിരായി നിയമം കൊണ്ടുവരണം എന്നുള്ള ആവശ്യത്തെ കുറിച്ച് അവർ രണ്ടുപേരും പ്രതികരിക്കുന്നു. ക്ഷേത്രങ്ങളുടെ അന്യാധീനപ്പെട്ടു പോയ ഭൂമി തിരിച്ചെടുക്കണമെന്നുള്ള ആവശ്യത്തെ കുറിച്ച് രണ്ടു മുന്നണികളും സംസാരിക്കുന്നു. ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമിയാണ് ക്ഷേത്രങ്ങളുടെ ഭൂമി. ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭൂമി അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നത്, സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്, മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ക്രൈസ്തവ സഹോദരന്മാരുടെയും മുസ്ലിം സഹോദരന്മാരുടെയും ആരാധനാലയങ്ങളോടനുബന്ധിച്ച് ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട്. അവർ സ്വച്ഛന്തമായിട്ട് അവരുടെ ഭൂമി ക്ഷേത്രങ്ങളുമായി അവരുടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിർത്തുന്നു, കൈവശം വയ്ക്കുന്നു. ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒരു വിഭാഗത്തിന്റെ ഭൂമി മാത്രം സർക്കാർ ഏറ്റെടുക്കുക. എല്ലാ ക്ഷേത്രങ്ങളുടെയും ഭൂമി സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. വിശ്വാസികളുടെ താല്പര്യത്തെ കുറിച്ച് ഇപ്പോൾ മലക്കം മറിച്ചിൽ നടത്തുന്ന ആളുകൾ കാതലായ ഈ പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറുണ്ടോ? പ്രകടന പത്രികകൾ ഉൾപ്പെടുത്താൻ തയ്യാറുണ്ടോ? ന്യായമായ ആവശ്യം സമ്പൂർണമായിട്ടുള്ള അവഗണനയാണ്. ഇവിടെ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് വന്നു. പാലോളി മുഹമ്മദ് കുട്ടിയെ അധ്യക്ഷനാക്കി ഒരു കമ്മീഷനെ കേരളത്തിൽ വെച്ചു. അതിന്റെ ശുപാർശകൾ ദ്രുതഗതിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും മറ്റ് അവശ പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു കമ്മീഷനെ വെക്കാൻ സർക്കാർ തയ്യാറാവുന്നു? പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പോലും കേരളത്തിൽ നിഷേധിക്കപ്പെടുന്നു. ഞങ്ങൾ ഇരു മുന്നണികളോട് ചോദിക്കുന്നു, നിങ്ങളുടെ പ്രകടന പത്രികയിൽ അത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ച് പഠിച്ച് അവർക്ക് മുൻകാല പ്രാബല്യത്തോടുകൂടി അവരുടെ ആനുകൂല്യങ്ങൾ നൽകാൻ ഒരു കമ്മീഷൻ വെക്കാൻ തയ്യാറുണ്ട്? ദേശീയ ജനാധിപത്യ സഖ്യം അതിന്റെ പ്രകടന പത്രികയിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി വെക്കുക. അടിച്ചമർത്തപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ, നിഷേധിക്കപ്പെട്ടവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കണം. BJP അധികാരത്തിൽ വന്നാൽ, NDA അധികാരത്തിൽ വന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഞങ്ങൾ ജനങ്ങളെ മുമ്പിൽ വയ്ക്കുന്നത്. ലവ് ജിഹാദ് നിയമം മൂലം നിരോധിക്കണമെന്നുള്ള ആവശ്യം ഹിന്ദു സംഘടനകളുടെ മാത്രം ആവശ്യമല്ല. ലവ് ജിഹാദിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് കേരളത്തിലെ ക്രൈസ്തവ സഭ സമൂഹം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നതാണ്. എല്ലാ ക്രൈസ്തവ സഭകളും ഇക്കാര്യത്തിലുള്ള അവരുടെ ആശങ്ക പരസ്യമായി പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളോട് ആശയവിനിമയം നടത്തുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്ന് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ കടന്നാക്രമണമാണ് എന്ന് അവർ പറയുന്നു. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത് ഹാഗിയ സോഫിയ പള്ളിയിൽ ബാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പള്ളി വിളിച്ചത്. എന്ത് ബാലിശമായ വാദമാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ പറയുന്നത്. ഭീകരവാദികളാണ് ആരാധനാലയം തകർത്തത്. ഒരക്ഷരം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ തന്നെയാണ് കേരളത്തിലും വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നത്. ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ നടന്ന കൊച്ചു കുഞ്ഞിനെ ബലി കൊടുത്ത സംഭവത്തിന് പിന്നിലും അതേ ഭീകരവാദ ശക്തികൾ തന്നെയാണ്. അവരെ നിയന്ത്രിക്കാനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ ഒരു സംവിധാനവും കേരളത്തിൽ.
BJP ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ജനങ്ങളുടെ മുമ്പിൽ വെക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ രണ്ട് മുന്നണികളും ഈ വിഷയങ്ങളോടുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് ഞാൻ ആവർത്തിച്ച് അവരോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾ എന്തിനാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നത്? വസ്തുതാപരമായ സമീപനം ഇക്കാര്യത്തിൽ നിങ്ങൾക്കുണ്ടോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് ഇത്തരം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒന്നും നിലപാടെടുക്കാതെ കിട്ടിയത് മുഴുവൻ കൊള്ളയടിക്കുന്ന ഒരു സമീപനമാണ്. പാലക്കാടായതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. സ്വന്തം ഭാര്യയ്ക്ക് മാത്രമല്ല അളിയനും ഈ രീതിയിലാണ് ജോലി വാങ്ങിക്കൊടുത്തത് MP രാജേഷ്. ഭയങ്കര സംസ്കൃത പ്രേമികളാണ് ഇവരെല്ലാം. കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ നിർമ്മതനാണ്. മതമേ ഇല്ല, മതമില്ലാത്ത ജീവിതമാണ്. സ്വന്തം മക്കളെ സ്കൂളിൽ ചേർക്കുമ്പോൾ റിലിജിയൻ കോളം ബ്ലാങ്ക് ആണ്, ഒരു മതവുമില്ല. ഭാര്യയ്ക്ക് അനധികൃതമായി ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ മുസ്ലിം എന്ന് എഴുതിയിരിക്കും. ഭയങ്കര സംസ്കൃത പ്രേമമാണ്. ദേവസ്വം ബോർഡിന്റെ സ്കൂളിൽ അനധികൃതമായിട്ടാണ് MP രാജേഷിന്റെ ഭാര്യ സഹോദരന് ജോലി കിട്ടിയത്. ദേവസ്വം ബോർഡിന്റെ സ്കൂളിൽ അനധികൃതമായിട്ട് ജോലി വാങ്ങുക, ഭാര്യയ്ക്ക് സംസ്കൃത സർവകലാശാലയിൽ വഴിവിട്ട മാർഗത്തിലൂടെ ജോലി സമ്പാദിക്കും. സുനിൽ പി ഇടയത്തെ പോലുള്ള നപുംസകങ്ങളെ മുന്നിൽ നിർത്തി ഈ കാര്യങ്ങളെല്ലാം നേടുക, എന്നിട്ട് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തി പുറംവാതിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുക, എന്നിട്ട് വലിയ ആദർശ പ്രസംഗം നടത്തും. കഴിഞ്ഞ 20 കൊല്ലം സംസ്ഥാനത്ത് നടന്ന അനധികൃത നിയമനങ്ങളെ സംബന്ധിച്ച്, താൽക്കാലിക നിയമനങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം. കഴിഞ്ഞ 20 കൊല്ലക്കാലത്തിനിടയിൽ UDF-ന്റെയും LDF-ന്റെയും ഗവൺമെന്റ് നടത്തിയ അനധികൃത നിയമനങ്ങളെ സംബന്ധിച്ച്, താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തിയത് സംബന്ധിച്ച്, പുറംവാതിൽ നിയമനങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ട്. BJP അധികാരത്തിൽ വന്നാൽ കഴിഞ്ഞ 20 കൊല്ലത്തിനിടയിൽ നടന്ന ഇത്തരം അനധികൃത നിയമനങ്ങളെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാരെ മുഴുവൻ, അങ്ങനെ നിയമനം നേടിയവരെയും അതിന് കൂട്ടുനിന്നവരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ധാരാളം നടന്നിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഇരട്ടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി അവതാളത്തിലായിരിക്കുക. അവർ തെരുവിൽ സമരത്തിലാണ്. റാങ്ക് ലിസ്റ്റുകൾ റദ്ദ് ചെയ്യുന്നു, നിയമനങ്ങൾ നിരോധിക്കുന്നു. സമ്പൂർണമായിട്ടുള്ള നിയമന നിരോധനമാണ് സംസ്ഥാനത്തുള്ളത്. പുറംവാതിൽ നിയമനങ്ങൾക്ക് മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. MP രാജേഷിനെ മാത്രമല്ല, AK ബാലന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ജ്യോതി ബസ് എന്താണ് പേര്? പേരൊക്കെ ഭയങ്കരമാണ്. അവൻ നേടിയിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ശൈലജ ടീച്ചറെ PA, പണ്ട് ബാലന്റെ PA ഒരു കള്ളനാണ്. നാട്ടുകാരെ മുഴുവൻ പൈസ വെട്ടിച്ചിട്ടാണ് PA ഒഴിവായി. നിങ്ങൾക്കെല്ലാം അറിയാലോ പാലക്കാട്. നാട്ടുകാരുടെ പൈസ മുഴുവൻ വെട്ടിച്ചു. ഇഷ്ടംപോലെ ആളുകൾക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞ് കാശ് വാങ്ങി പോയ ആൾക്ക് ജോലി. ഇപ്പൊ ശൈലജ ടീച്ചർ എല്ലാവർക്കും സംസ്കൃതം ദേവസ്വം ബോർഡിന്റെ സ്കൂളിലാണ്. 3000 കുട്ടികളുണ്ടായിരുന്നു ആ സ്കൂളിൽ. ഈ സഹാക്കളെ മുഴുവൻ അവിടെ നിയമിച്ചു, അധ്യാപകരായിട്ടും അനധ്യാപകരായിട്ടും. ക്ലാസ്സിലും ആളില്ല, ഓഫീസിലും ആളില്ല. ഇപ്പൊ 175 കുട്ടികളെ ആ സ്കൂളിൽ. സ്കൂൾ തകർന്നു. വീണ്ടും അവിടെ അനധികൃത നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ അനധികൃത നിയമനങ്ങളെ സംബന്ധിച്ചെല്ലാം സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. കേരളത്തിൽ ഒരു പരിവർത്തനം ആവശ്യമുണ്ട്. ഒരു പുതിയ കേരളം ജനങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രചാരണം കേരളത്തിൽ ശക്തിപ്പെടുത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കേരളം മുഴുവൻ ഒരു വലിയ പ്രചാരണ ജാഥയ്ക്ക്, വിജയയാത്രയ്ക്ക് ഞങ്ങൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. 21-ാം തീയതി കാസർഗോഡ് വിജയയാത്ര UP മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥാണ് ഉദ്ഘാടനം ചെയ്യുന്നത്.
യാത്രയിലുടനീളം എല്ലാ ജില്ലകളിലും കേന്ദ്രമന്ത്രിമാരും BJPയുടെ ദേശീയ നേതാക്കളും വിവിധ ജില്ലകളിലായിട്ട് അണിനിരക്കുന്നുണ്ട്. 14-ാം തീയതി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു സർക്കാർ പരിപാടിയോടനുബന്ധിച്ച് കൊച്ചിയിൽ പാർട്ടിയുടെ കോർ ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ശക്തമായുള്ള തയ്യാറെടുപ്പുകളാണ്. ഇത്തരം മൗലികമായ വിഷയങ്ങൾ രണ്ട് മുന്നണികളും ചർച്ചയ്ക്കെടുക്കാനേ തയ്യാറാവാത്ത ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രചാരണത്തിലാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മാർഗദർശനം ഇക്കാര്യത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കേരള ഘടകത്തിന് ലഭിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നാളെ മറ്റന്നാൾ ഈ പരിപാടിയിലടക്കം പങ്കെടുക്കുന്നത്. വിശ്വാസികളുടെ പ്രശ്നത്തിൽ പറഞ്ഞു അപ്പൊ ഇപ്പൊ NSS ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ കഴിയുന്നു. എന്തുകൊണ്ടിപ്പോ അതിന് ആ ഒരു ആവശ്യം ആത്മാർത്ഥതയില്ല എന്നൊരു വാക്കാണ് അവർ ആ പത്രത്തിൽ. അല്ല, ശബരിമല വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകർ എടുത്ത നിലപാട് വളരെ പ്രസക്തമാണ്. കാരണം ശബരിമല ഭരണഘടനാ ബെഞ്ചിന്റെ വിധി, ആ വിധി പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതി തന്നെ എടുത്ത തീരുമാനം വിശ്വാസികളുടെ ഏറ്റവും വലിയ വിജയമാണ്. അക്കാര്യത്തിൽ ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഈ വിധി അസാധുവാകുമെന്ന് തന്നെയാണ് ഈ നിമിഷത്തിലും ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ വിധി ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായിട്ട് വന്നാൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാവും. ശബരിമലയിൽ ഇനി ഒരു തരത്തിലും ഒരു ഗവൺമെന്റിനും ഇടപെടാൻ കഴിയാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആവശ്യമായിട്ട് വരുന്ന സമയം ഇപ്പൊ ശബരിമല പഴയ സ്ഥിതി തുടരുകയാണ്. ശബരിമലയിലെ സുപ്രീം കോടതിയുടെ പുനഃപരിശോധന ഹർജിയുടെ വിധി, റിവ്യൂ പെറ്റീഷന്റെ അവര് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ വിധി അനുകൂലമായിട്ട്, ഭക്തർക്ക് അനുകൂലമായിട്ട് വരുമെന്ന് തന്നെയാണ്. UDF ചെയ്ത കാപട്യത്തെ കുറിച്ചായിരിക്കണം ഈ പരാമർശം വന്നിരിക്കുന്നത്. ഒരു കടലാസിൽ എഴുതിയിട്ട് ഒരു കടലാസിൽ എഴുതി ഉണ്ടാക്കിയ ഒരു കരട് ഇപ്പൊ അവര് പുറത്തുവിട്ടിരിക്കുക. ശുദ്ധമായിട്ടുള്ള തട്ടിപ്പല്ലേ. ശബരിമല കാലത്ത് മനീതി സംഘത്തെ കൊണ്ടുവന്നപ്പോഴും ശബരിമലയിൽ അവിശ്വാസികളെ കയറ്റിയപ്പോഴും രഹന ഫാത്തിമ വന്നപ്പോൾ ഉമ്മൻചാണ്ടി എവിടെയായിരുന്നു? ഒരക്ഷരം ഉമ്മൻചാണ്ടി വിട്ടിട്ടില്ല. ഉമ്മൻചാണ്ടിയെ പോലെ ഏറ്റവും വഞ്ചനാപരമായ ഒരു നിലപാട് സ്വീകരിച്ച മറ്റൊരു നേതാവും കേരളത്തിലില്ല. പിണറായി വിജയൻ ഈ അതിക്രമം മുഴുവൻ ശബരിമലയിൽ കാണിക്കുമ്പോൾ ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ നേതാവ് കുറ്റകരമായിട്ടുള്ള മൗനമാണ് അവലംബിച്ചത്. അദ്ദേഹം വായ തുറന്നിട്ടേ ഇല്ല. അദ്ദേഹം ഇക്കാര്യത്തിൽ എടുത്ത നിലപാടിനെ കുറിച്ച് നിങ്ങൾ പത്രങ്ങളിലെല്ലാം നോക്കൂ. അദ്ദേഹത്തിന്റെ ഒരു വഴി പ്രസ്താവന പോലും ആ കാലത്ത് വന്നിട്ടില്ല. ശബരിമലയിൽ ഏറ്റവും നീചമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഉമ്മൻചാണ്ടി. ഈ കോൺഗ്രസ് നേതാക്കന്മാർ വിശ്വാസ സംരക്ഷണത്തിന് സ്വാഭാവികമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടിയും മുന്നണിയുമാണ് അങ്ങയുടേത്. സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുന്നത്, NSS ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പൊ ഒരു നിയമം നിർമ്മിച്ചുകൂടാ എന്നാണ്. അല്ല, NSS അത് മാത്രമല്ല മുന്നണികളെ സംബന്ധിച്ചുള്ള അഭിപ്രായം അത് കോൺഗ്രസും CPM-ഉം അതിനെ കുറിച്ച് എന്താണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്? BJPക്ക് അങ്ങനെ അഭിപ്രായം അല്ല, കേരളത്തിലെ ഭരണകക്ഷികളായിട്ടുള്ള ഭരണവിലാസം പാർട്ടികൾ, ഭരിച്ചവരും ഇതുവരെ ഭരിച്ചുകൊണ്ടിരുന്നവരും ഇപ്പം ഭരിക്കുന്നവരും എടുത്ത നിലപാടിനെ കുറിച്ച് അവരാരും മിണ്ടുന്നില്ല. അല്ല, അവർക്കാണല്ലോ പ്രാഥമികമായിട്ടുള്ള ബാധ്യത. ഗവൺമെന്റ് ഭരിച്ചവർക്കും പ്രതിപക്ഷത്തിരിക്കുന്നവരെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങളിൽ അവർ ഒരു വാക്ക് പോലും അവർ പറഞ്ഞിട്ടില്ല. ഈ ശബരിമല NSS ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വളരെ NSSന്റെ നിലപാട് ഈ ശബരിമലയുടെ വിഷയത്തിൽ ഒരു സമുദായ സംഘടന എന്നുള്ള നിലയിൽ NSS വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് ആ കാലത്ത് സ്വീകരിച്ചത്. മാത്രമല്ല, ഈ വിധി വന്നപ്പോൾ തന്നെ അതിനെതിരായിട്ട് നിയമപരമായിട്ടും അതേപോലെ തന്നെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടും അവർ നടത്തിയ പോരാട്ടങ്ങളെയും അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെയും ഞങ്ങൾ എല്ലാ കാലത്തും മാനിച്ചിട്ടുണ്ട്. പിന്നെ NSS പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കില്ല. സാധാരണ നിലയിൽ അവരവരുടേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള നിലപാട് എല്ലാ കാലത്തും സ്വീകരിക്കുന്നതാണ്. സമുദായ സംഘടനകൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് BJP.
ഞാൻ ആ വിഷയത്തിൽ തന്നെ തുടരുമ്പോ തന്നെ അല്ല, അതെ. ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയേണ്ട ഈ അല്ല. വിഷയത്തെ കുറിച്ച് ഞാൻ പറയേണ്ട എല്ലാം പറഞ്ഞു. ഒരു ചെറിയ NSSന്റെ വാക്കുകളെ NSS ന്റെ എപ്പോഴും കാര്യമല്ല. സമുദായ സംഘടനകളെ പ്രത്യേകിച്ചും അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ നിലപാടുകളെ ഞങ്ങൾ എപ്പോഴും ഗൗരവത്തോടെയും അത് മുഖവിലേക്കെടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഞങ്ങൾ. ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പിൽ പിന്നെ ഇപ്പൊ UDF-ഉം LDF-ഉം ശബരിമലയുടെ കാര്യത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ അതിന്റെ മുഴുവൻ ശബരിമലയിൽ അന്ന് നടന്നത് എന്താണെന്ന്, ശബരിമലയിൽ പിണറായി വിജയൻ ഗവൺമെന്റ് എടുത്ത ക്രൂരമായിട്ടുള്ള നടപടികളെ എങ്ങനെയാണ് ഭൂരിപക്ഷ സമുദായം പരാജയപ്പെടുത്തിയതെന്നുള്ള കാര്യം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എല്ലാവർക്കും അറിയല്ലോ. ഞങ്ങളെടുത്ത ധീരമായിട്ടുള്ള നിലപാട് കൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ പരാജയപ്പെട്ടത്. കോൺഗ്രസിന് അതിൽ ഒരു അക്ഷരം ശബ്ദിക്കാനുള്ള അവകാശമില്ല. കോൺഗ്രസ് പാർട്ടി ഏറ്റവും വഞ്ചനാപരമായിട്ട് നിലപാടാണ് ആ കാര്യത്തിൽ എടുത്തത്. കോൺഗ്രസിന്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് ആ കാലത്ത് നാം കണ്ടത്. അല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ അന്വേഷണം അവസാനിച്ചിട്ടില്ലല്ലോ. ഒത്തുതീർപ്പ് സ്ഥിരമായിട്ട് നടത്തുന്നവർക്ക് ബാക്കിയുള്ളവരെ കുറിച്ച് അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, അങ്ങ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആക്ഷേപ സമയത്ത് ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി, അതുപോലെ തന്നെ സ്വർണം കടത്തി. ഇതിനൊന്നും യാതൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു വർഷത്തില ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അഭയ കേസ് എത്ര വർഷം? അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് 27 വർഷം 30 വർഷമായ കേസുകളുണ്ട് കേരളത്തിൽ. ഇതൊരു 8 മാസം ആകുമ്പോഴേക്കും നിങ്ങൾ ഇപ്പൊ തന്നെ എല്ലാം അവരന്വേഷിക്കുന്നുണ്ട്. പ്രോട്ടോകോൾ ഓഫീസറെ അവർ ചോദ്യം ചെയ്തു, ഈന്തപ്പഴത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവരെടുക്കുന്നു, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. എന്റെ അറിവിലാണ് എല്ലാ കാര്യങ്ങളും. അല്ല, വിശ്വാസ സംരക്ഷണത്തെ കുറിച്ച് ഞങ്ങളല്ലല്ലോ ഈ ആളുകളെ കബളിപ്പിക്കാൻ ഈ രണ്ടു കൂട്ടർ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഉണ്ടായിരിക്കണം. അല്ല, UDF ഇപ്പൊ എന്ത് ചെയ്യുന്നു? UDF ഈ കാര്യത്തിൽ എന്താ ഞങ്ങൾ പറയുന്നത് ആവർത്തിക്കുകയല്ലാതെ എന്താണ് UDF ചെയ്തിട്ടുള്ളത്? ഈ കേന്ദ്ര ഏജൻസികളും അന്വേഷിച്ചിട്ടും ഒരു കൃത്യമായ ഒരു ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി ചോദ്യം. കേന്ദ്ര ഏജൻസികൾ പരാജയമാണോ? എല്ലാ ഏജൻസികളും വന്ന് അല്ല, അത് കേസിന്റെ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കേന്ദ്ര ഏജൻസികൾ പരാജയമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കല്ലേ? വമ്പൻ ശ്രാവുകൾ ഉണ്ടല്ലോ, ഇപ്പോഴും വമ്പൻ ശ്രാവുകൾ ഉണ്ട് എന്നുള്ള ആരോപണം ഞങ്ങൾ അതേപടി തുടരുകയാണ്. കേന്ദ്ര ഏജൻസികൾക്ക് പോലും ഇത്രയും കാലം കൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത നിങ്ങളെ എങ്ങനെയാണെന്ന് നിങ്ങളിപ്പോ ശിവശങ്കരന്റെ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞ വിധിപ്പകർപ്പ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ആ വിധിപ്പകർപ്പിലടക്കം ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനകളുണ്ട്. ഈ പറയുന്ന സുരേന്ദ്രൻ ഈ ഡോളർ കടത്ത് കേസ് അടക്കമുള്ള കേസിൽ ഇദ്ദേഹം അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ചു, അല്ലെങ്കിൽ അധികാരികളെ അറിയിച്ചില്ല എന്നുള്ള കുറ്റം മാത്രമാണ്. സഹോദരൻ, നിങ്ങള് 164 സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? നമ്മുടെ ഈ കേസിലെ പ്രധാന പ്രതികൾ നമുക്ക് കാത്തിരിക്കുന്ന പ്രധാന പ്രതികൾ കോടതിയുടെ മുമ്പിൽ നൽകിയ രഹസ്യ മൊഴിയെ സംബന്ധിച്ച് നമുക്കാർക്കും അറിയില്ല. അപ്പൊ നിങ്ങൾ വമ്പൻ ട്രാവൽ ഇല്ലെന്ന് ഇപ്പോഴെങ്ങനെയാ പ്രതീക്ഷിക്കുന്നത്? ഉണ്ടോ ഇല്ലോ നമുക്ക് നോക്കാം. അല്ല, ഞാൻ പറഞ്ഞതിൽ എല്ലാ കാര്യത്തിലും ഈ കേസിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വസ്തുതാപരമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ വാർത്ത കൊടുക്കാത്തത് കൊണ്ട് ഡിക്ലൈൻ ആയി എങ്ങനെ നിങ്ങൾ നിങ്ങളത് ഫോളോ ചെയ്ത് നിങ്ങൾ വാർത്ത കൊടുക്കാത്തത് ഞങ്ങളുടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ എന്തെങ്കിലും പിന്നെ പാളിച്ച ഉണ്ടായി, അന്വേഷണത്തിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടായി എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ധാരാളം ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനും തെളിവെടുക്കാനുണ്ട്. അതെല്ലാം അതിന്റെ വഴി നടക്കും. എന്താണ് പുതിയ വിവരങ്ങൾ വരുമ്പോ സമരം ഉണ്ടാവും. അല്ലാതെ ഇപ്പൊ എല്ലാ ദിവസവും ഒരേ സംസ്ഥാനത്ത് ഇപ്പം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് പിൻവാതിൽ നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, പൂർവ്വ ഉദ്യോഗാർത്ഥികളുടെ വിഷയങ്ങളാണ്. അതിന് മറ്റൊരു വശത്തുകൂടിയാണ് നേരത്തെ സോളർ തട്ടിപ്പ് കേസിലെ പ്രതിയായിരുന്ന സരിത എസ് നായരുടെ നേതൃത്വത്തിൽ മറ്റൊരു തട്ടിപ്പ് സർക്കാർ തലത്തിൽ നടത്തിയെന്നുള്ളത് അതിന്റെ ശബ്ദ സംഭാഷണങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ പോലീസ് ഇതുവരെയും അവരെ അറസ്റ്റ് ചെയ്യാനോ മറ്റു നടപടികൾക്കോ
താല്പര്യപ്പെടുന്നില്ല? എന്തുകൊണ്ടാണ്? അല്ല, അത് പകൽ പോലെ വ്യക്തമല്ലേ. ഈ സർക്കാർ അതിന്റെ ഭാഗമായിട്ടാണല്ലോ അവര് പല കാര്യങ്ങളും ചെയ്യുന്നത്. സരിദാസനാർക്ക് കൃത്യമായി സർക്കാരിൽ ഇടപെടാനുള്ള അധികാരം ഇപ്പോഴും ഉണ്ട് എന്നാണ്. അല്ല, ജോസ് കെ മാണി എന്താ കേസ് പ്രതികർക്കത്ത് സർക്കാർ ഇടപെടൽ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ. ഞാൻ UDF അക്കാര്യത്തിൽ എന്റെ വക്കാലത്ത് എനിക്കില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു കേസിന്റെ മെറിറ്റിലേക്ക് പോകുമ്പോൾ ഒരേ ആരോപണം ഉയർന്നു വന്നതിൽ ഒരാൾ മാത്രം പ്രതിപട്ടികയിലില്ല. അത് മാത്രം മതിയോ? ഈ PSC റാങ്ക് ഹോൾഡേഴ്സ് ഇപ്പോൾ സമരം തുടരുകയാണ്. ഇപ്പോൾ ഇന്നലെ അവരെ കുറെ ഇടതുപക്ഷ അനുഭാവികൾ തന്നെ പറഞ്ഞു, ഞങ്ങള് പാർട്ടിക്കാരാണ്, ഇടതുപക്ഷത്തിന്റെ ആളുകളാണ്, ഗതികേട് കൊണ്ടാണ് സമരം ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും മന്ത്രിമാർ അവരെ പ്രതിപക്ഷ പാർട്ടികളുടെ ആളുകളാക്കാനാണ്. അതിപ്പോ എന്ത് പറഞ്ഞാലും അങ്ങനെ പറയുന്നത് എനിക്ക് പറ്റും. അതിലെല്ലാ പാർട്ടിക്കാരായിട്ട് ആൾക്കാരുണ്ട്. മഹാഭൂരിപക്ഷ ആൾക്കാരും ഇടതുപക്ഷ അനുഭാവികളായിട്ട് ആൾക്കാർ. അവരാണ് തെരുവിലിറങ്ങിയത്. അവർക്ക് ഒരു രാഷ്ട്രീയവും ഇക്കാര്യത്തിലില്ല. അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിപ്പിച്ചതുകൊണ്ട് അവർക്ക് ഇനി ഒരിക്കലും തൊഴിൽ ലഭിക്കില്ല, അങ്ങനെ സ്വപ്നം കാണാൻ പോലും കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവർ അവിടെ സമരം ചെയ്യുന്നത്. അവരോട് ഈ ക്രൂരത തോമസ് ഐസക്കും CPM നേതാക്കളും കാണിക്കരുത്. ഒരാൾ പൊട്ടിക്കരയാണ്, 2 പെൺകുട്ടികൾ. എത്ര മ്ലേച്ഛമായിട്ടാണ് അവരെ ആക്ഷേപിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കുറെ കാലമായിട്ട് നിരോധനം എവിടെ സാഹചര്യത്തിൽ ഇവിടെ ഈ ലിസ്റ്റ് മറികടക്കാതെ തന്നെ എവിടെയാണ് കേന്ദ്ര സർക്കാർ? ദേശാഭിമാനിക്കും കൈരളിക്കും മാത്രമുള്ള അറിവാണ്. കേന്ദ്ര സർക്കാർ പത്രം വായിച്ചു നോക്കിയാൽ മതി. UPSC നടത്തുന്ന പരീക്ഷകളും അതിൽ പിന്നെ ഇത് ഈ ബാക്ക് ഡോർ ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാതെ ബാക്കിയെല്ലാം സുതാര്യമായിട്ടാണ് കേന്ദ്ര സർക്കാരിൽ ചെയ്യുന്നത്. സുരേന്ദ്രൻ, ഈ പെട്രോളിന്റെ ഡീസലിന് വില ഇന്നും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഈ ജനങ്ങൾ ചെയ്യുന്നത്? സർ, 17 രൂപ കേന്ദ്രത്തിന് കിട്ടുമ്പോൾ 37 രൂപ സംസ്ഥാനത്തിനാണ് കിട്ടുന്നത്. 5 രൂപ കുറയ്ക്കണമെന്ന് നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെടും. 2 ലക്ഷം കോടി രൂപയുടെ കടം UPA ഗവൺമെന്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സബ്സിഡി കൊടുത്ത വകയിൽ രാജ്യത്തിനുണ്ടായിരുന്നു. 4.5 വർഷം കൊണ്ട് ആ കടം മുഴുവൻ കിട്ടി. കേന്ദ്ര ഗവൺമെന്റ് ഒരു അഴിമതിയും ഇക്കാര്യത്തിൽ നടത്തുന്നില്ല. നമ്മളെല്ലാവരും കാണേണ്ട ഒരു കാര്യം, കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുന്നതിന്റെ തുക 1 ലിറ്റർ ഡീസലിനും പെട്രോളിനും സംസ്ഥാന ഗവൺമെന്റിന് കിട്ടുന്നുണ്ട്. തമിഴ്നാട് ഗവൺമെന്റിനും ഗോവ ഗവൺമെന്റിനും കുറയ്ക്കാമെങ്കിൽ ഒരു 5 രൂപ, ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനം എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് എടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ അവരോടും ചോദിക്കണം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നമുക്ക് വിശ്വസിക്കാം. നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കമ്പസ് റാവുകൾ കുടുങ്ങുമായിരിക്കാം. പക്ഷേ പ്രാഥമികമായി ജനങ്ങൾക്ക് തോന്നുന്നൊരു സംശയമുണ്ട്. ഈ സ്വർണം ആർക്ക് വേണ്ടി കൊണ്ടുവന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ BJP ആവശ്യം ഉന്നയിക്കാത്ത എന്താണ്? പ്രാഥമികമായിട്ട് ആർക്ക് വേണ്ടി കൊണ്ടുവന്നത്? സ്വർണ്ണാർക്ക് വേണ്ടി കൊണ്ടുവന്ന് ഈ മന്ത്രിമാർക്കും സ്പീക്കർക്കും ഒക്കെ വേണ്ടിയല്ലാതെ സ്വർണം വാങ്ങിയിട്ട് ഇവിടെ വരുന്നു, അതിന്റെ ഡോളർ ആക്കുന്നു, അത് കടത്തിക്കൊണ്ട് പോകുന്നു. പിന്നെ അല്ലാതെ എന്തിനാ വേണ്ടിയിട്ടാണ് ഈ CPM ക്യാപ്സൂൾ എന്നോട് ചോദിക്കരുത്. അറ്റാച്ച് ഉണ്ടാവും, ഞാൻ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ലോ. പക്ഷേ ഒരു ഘട്ടത്തിൽ രണ്ട് സൂട്ട് കേസ് നിറയെ ഡോളർ ഇവിടുന്ന് ഡോളറാക്കി മാറ്റി കൊണ്ടുപോയി എന്നാണ് ചാർജ് ഷീറ്റിലുള്ളത്. എന്ത് പരാമർശം? കോടതിയിൽ ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പരാമർശമല്ല, അന്വേഷണ ഏജൻസികൾ കോടതിയിൽ കൊടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബോധ്യപ്പെടുന്നത് ഇതുവരെ ഇത്രയും കാലം അന്വേഷിച്ചിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആര് പറഞ്ഞില്ല? നിങ്ങൾ കോടതിയിൽ കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് വായിക്കുന്നില്ല. നിങ്ങൾ ഈ കേസിൽ കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എല്ലാം കോടതി ഇനി ക്യാപ്സൂൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറുപടിയില്ല. അല്ലല്ല, ട്രോള് നിങ്ങള് ഞാൻ ചോദിക്കുന്നത്, കേന്ദ്ര ഏജൻസികൾ ഇതുവരെ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടുകൾ ഒരു പ്രാവശ്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ ചോദ്യം എന്നോട് ചോദിക്കും. അല്ല, കെ സുരേന്ദ്രനെ പോലെയുള്ള രാഷ്ട്രീയ നേതാവിൽ നിന്ന് ട്രോളല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ട്രോളല്ല, ഞാനും അതാ പറഞ്ഞത്. മാധ്യമ പ്രവർത്തകരോട് എനിക്ക് അല്ലല്ല, ഞാൻ പറയുന്നത് ഈ AKG സെന്ററിൽ നിന്ന് ഇറക്കി വിടുന്ന അതേ സാധനം നിങ്ങൾ എന്നോട് ചോദിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ മേജർ രവി കോൺഗ്രസിലേക്ക് ഞാൻ വാർത്ത കണ്ടില്ല. ഞാനിപ്പോ കഴിഞ്ഞ പ്രചരണം നടത്തിയ ആളാണ്.
ബിജെപിക്ക് വേണ്ടി പ്രചരണം നടത്തിയ ഒരാളാണ്. പല ഉന്നതരും ഇങ്ങോട്ടും വരുന്നുണ്ട്, നിങ്ങൾ അതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് മാത്രമേ ബാക്കിയുള്ളൂ. ഇതുവരെ നിങ്ങൾ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ ഇങ്ങോട്ട് വരികയില്ല, വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും നിങ്ങൾ കുത്തിട്ട്